ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയുടെ മറ്റൊരു വിഭവമായ തോരൻ്റെ റെസിപ്പീസുമായിട്ടാണ്. 2 തരത്തിലുള്ള തോരൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സദ്യയിൽ വിളമ്പുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് അല്ലേ തോരനൊക്കെ ഉണ്ടാവുക. അതേപോലെയാണ് ഞാൻ 2 തരത്തിലുള്ള തോരനും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എന്നാൽ സിമ്പിളാണ്, കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ. ഒന്ന് കാബേജ് തോരനാണ്, ക്യാരറ്റൊക്കെ ചേർത്ത് വേറിട്ട രുചിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മറ്റൊന്ന് പച്ച പയർ വെച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു തോരനും കൂടി തയ്യാറാക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ക്യാബേജ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വളരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വലുതായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തോരൻ വെച്ചാൽ ടേസ്റ്റി ഉണ്ടാവില്ല. ഇനി നമുക്കതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കണ്ട കേട്ടോ. അതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഇതേപോലെ തന്നെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണം. ക്യാരറ്റ് കൂടുതൽ ചേർക്കണ്ട, ക്യാബേജ് തന്നെ മുമ്പിൽ നിൽക്കണം കേട്ടോ. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ചേർത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ചേർത്തു, 2-3 സ്പൂണ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിരുമ്പി പിടിപ്പിക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലപോലെ തിരുമ്പി പിടിപ്പിക്കണേ. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, ഹൈപ്പും കൂടി ചെയ്യണം കേട്ടോ. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം അവിടെ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഒതുക്കി അമർത്തി വെക്കാം. അതിന് ശേഷം തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആ വെള്ളം തന്നെ മതിയാവും നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ. കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കരുത്. വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് വയ്ക്കുന്നതോ പച്ചരിയോ എന്തായാലും ഒരല്പം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും ചെറിയുള്ളിയും അരിഞ്ഞത്, കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1-2 വറ്റൽമുളക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവണ്ട, അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതാ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാബേജും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്യുമ്പോഴേ നോക്കി ഉപ്പെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. ഈ വെള്ളം മാത്രം മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, കൂടുതലൊന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടില്ല തോരൻ. ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെക്കണം. ആവിയിലൊന്ന് വെന്ത് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ടാവും, എന്നാലും ഈ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരണം. അപ്പോഴാണ് തോരൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വീണ്ടും നമുക്ക് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് വെള്ളം വലിയിച്ചെടുത്ത അടിപൊളി ക്യാബേജ് തോരനാണ്. ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്ക് പയറ് തോരൻ തയ്യാറാക്കിയെടുക്കാം. പയറ് തോരൻ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, എന്നാൽ ഇതേപോലെ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് പച്ച പയറൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു, ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് കിട്ടാനാണ്. ഫ്രഷായിട്ടുള്ള ഇളയ പയറായതുകൊണ്ട് തന്നെ ഒരല്പം വെള്ളം എനിക്ക് വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് അന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ആ സമയത്ത് കുറച്ച് തേങ്ങ ചിരവി അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്ത് വരണം കേട്ടോ. കൂടുതൽ അരയാനൊന്നും പാടില്ല. അപ്പോഴേക്കും പയർ വെന്തിട്ടുണ്ട്. ഒരല്പം കൂടി വെള്ളമുണ്ട്, അത് നമുക്ക് വലിയിച്ചെടുക്കാം. പയർ നന്നായി വെന്തോ, ഉപ്പ് പാകുണ്ട്. ഇനി അരപ്പ് ചേർക്കുമ്പോൾ ഒരു നുള്ളും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. അതേപോലെ തന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് നല്ല സ്വാദ്. ഒരല്പം ചേർത്താൽ മതി, അതും വെളിച്ചെണ്ണ തന്നെ ആയിക്കോട്ടെ. എന്നിട്ടതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക്
വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്, അരപ്പിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ വേറെ ഒന്നും വേണ്ട വറവിലേക്ക് കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറും ഈ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം വലിയണം, ഈ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുമ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു പയർ തോരനാണ്.